ഹലോ ഫ്രണ്ട്സ്, വൈദ്യുതോപകരണങ്ങളില്ലാത്ത ഒരു ജീവിതം ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. രാവിലെ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കുന്ന മിക്സി മുതൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ടേബിൾ ലാമ്പ് വരെ ഒട്ടുമിക്ക ഉപകരണങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ സഹായത്തിലാണ്. ചെറിയ മൊബൈൽ ഫോൺ മുതൽ അതിവേഗത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിൻ വരെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതിയുടെ പ്രവർത്തന രീതിയും ചരിത്രവും നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഹീറ്ററിൽ വെള്ളം ചൂടാക്കാനും ഫ്രിഡ്ജിൽ വെള്ളം തണുപ്പിക്കാനും വൈദ്യുതിക്ക് സാധിക്കും. ഇങ്ങനെ മനുഷ്യരുടെ ആവശ്യാനുസരണം വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറുന്ന വൈദ്യുതി ഒരു മജീഷ്യൻ തന്നെയാണല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായി പഠിക്കാൻ പോകുന്നത് വൈദ്യുതിയെക്കുറിച്ച് തന്നെയാണ്. ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി കൺവേർഷൻസ് അല്ലെങ്കിൽ ഊർജ്ജ മാറ്റത്തെക്കുറിച്ച്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ താപഫലത്തെക്കുറിച്ചാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ. എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ക്രമീകരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഉപയോഗ ജീവിതത്തിൽ എന്നും നമ്മൾ കേൾക്കുന്ന ഫ്യൂസ് വയർ, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ വെച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റ്നിങ് എഫക്റ്റിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുക LED കുറിച്ചാണ്. LED എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരുടെയും വീട്ടിൽ LED ബൾബ് ഉണ്ടാകും. നമ്മൾ ഈ ചാപ്റ്ററിൽ LED ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വരയ്ക്കും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക് തുടങ്ങിയാലോ. എന്താണ് ആദ്യത്തെ ടോപ്പിക്? എനർജി കൺവേർഷൻസ്, ഊർജ്ജ മാറ്റം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. എന്നാൽ വൈദ്യുതി നേരിട്ട് ഉപയോഗിച്ച് നമുക്ക് വേണ്ട സേവനങ്ങൾ നേടിയെടുക്കാനാകില്ല. അതിന് വൈദ്യുതി എന്ന ഊർജത്തെ നമുക്ക് ആവശ്യമായ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈദ്യുതി നമുക്ക് ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ വൈദ്യുതിയെ നമുക്ക് പ്രകാശോർജ്ജമായി മാറ്റേണ്ടതുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിത്രങ്ങൾ സ്ക്രീനിൽ കാണിക്കാം. ഈ ചിത്രങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട ഊർജ്ജ രൂപം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് എന്താ കാണുന്നത്? ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നല്ലേ. അപ്പൊ ഇവിടെയുള്ള പ്രധാന ഊർജ്ജ രൂപം എന്താണ്? വൈദ്യുതോർജ്ജമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? വെള്ളം തിളയ്ക്കുന്നു, അല്ലേ? ഇവിടെയുള്ള തീ നാളങ്ങൾ തട്ടി വെള്ളം തിളയ്ക്കുന്നു. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഊർജ്ജ രൂപം എന്താണ്? താപോർജ്ജം. അടുത്ത ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരാൾ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോവുകയാണ്, അല്ലെ? സൈക്കിൾ ചവിട്ടുന്നു, അതായത് സൈക്കിളിന്റെ വീല് കറങ്ങുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഊർജ്ജ രൂപം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളൊരു ടിപ്പാണ്. അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂവിങ് പാർട്ട് അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട്, തിരിയുന്നതോ അനങ്ങുന്നതായോ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യം വരില്ല. ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് വളരെയധികം ആവശ്യമായിട്ട് വരും. എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഊർജ്ജമാറ്റം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഊർജ്ജമാറ്റം എന്ന് ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടുക്കളയിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് അടുക്കളയിൽ പോയി ഊർജ്ജമാറ്റത്തെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വരാം. അപ്പൊ ചിത്രത്തിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന അടുക്കള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ അടുക്കളയിൽ നിങ്ങൾ ആദ്യം കാണുന്നത് എന്താ? ആപ്പിൾസ് ആണോ? അല്ല, നിങ്ങൾ നേരെ കാണുന്ന എന്താണ്? മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാൻ. അപ്പൊ ഈ മൈക്രോവേവ് ഓവനകത്ത് നമ്മൾ എന്തെങ്കിലും ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂടായി കിട്ടും, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മൈക്രോ ഓവൻ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? ഇവിടെ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെടുന്നു. അപ്പൊ മൈക്രോവനിലെ ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെടുന്നു. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാൻ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? അവിടെ ഇങ്ങനെ മിന്നി പോകുന്നത്? ലൈറ്റ് ബൾബ്, അതായത് ഇലക്ട്രിക് ബൾബ്, അല്ലെ? ഇലക്ട്രിക് ബൾബിലുള്ള ഊർജ്ജ മാറ്റം എന്തായിരിക്കും? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന അടുത്ത ഒരു വൈദ്യുത ഉപകരണം എന്താണ്? ഇലക്ട്രിക് സ്റ്റൗ, അല്ലെ? നമ്മുടെ പലരുടെയും വീട്ടിൽ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മണ്ണെണ്ണ സ്റ്റൗ ആയി, പിന്നെ ഗ്യാസ് സ്റ്റൗ ആയി,
ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ ഇലക്ട്രിക് സ്റ്റൗ കാണാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക് സ്റ്റൗ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് കറണ്ടുമായിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാകണമെങ്കിൽ എന്ത് വേണം? താപോർജ്ജം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അടുപ്പിൽ കണ്ടോ, കറി ഉണ്ടാകുന്നു, മീൻ പൊരിക്കുന്നു, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? താപോർജ്ജം വേണം. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗ എന്താണ് ചെയ്യുന്നത്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായിട്ട് മാറ്റുന്നു. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ചിത്രത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന മറ്റൊരു വൈദ്യുത ഉപകരണത്തിന്റെ പേര് പറഞ്ഞു. എന്താണ് ആ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ പേര്? കെറ്റിൽ അല്ലേ? കെറ്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും വെള്ളം തിളപ്പിക്കാൻ അല്ലേ? നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, കെറ്റിലിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് പുറത്തേക്ക് വരുന്നു. ഹോട്ട്. അപ്പൊ കെറ്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോട്ട്. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന മറ്റൊരു സാധനം എന്താണ്? ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കർ. ഇലക്ട്രിക് കുക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ കുക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അരി വേവിക്കാൻ. ഇലക്ട്രിക് കുക്കറും അരിയും പയറും ഒക്കെ വേവിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സാധാരണ കുക്കറിലെ പോലെ നമ്മളത് സ്റ്റൗവിൽ വെക്കില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും? അത് കൊണ്ടുപോയിട്ട് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇടും. അപ്പോൾ ഇലക്ട്രിക് കുക്കറിൽ എന്താണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഈ അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങൾ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നുണ്ട്? മൈക്രോവേവ് അവൻ, ഇലക്ട്രിക് സ്റ്റൗ, കെറ്റിൽ, അതേപോലെ തന്നെ ഇലക്ട്രിക് കുക്കർ. ഇതെല്ലാം എന്ത് തന്നെയാണ് ചെയ്യുന്നത്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുകയാണ്. അതുപോലെ വീട്ടിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായി മാറ്റുന്ന മറ്റൊരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള ഹീറ്റർ. ഹീറ്ററിന്റെയും ജോലി എന്ത് തന്നെയാണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായി മാറ്റുക എന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? മിക്സി. എല്ലാവർക്കും അപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചാലോ? അപ്പോൾ ആപ്പിൾ ജ്യൂസ് കുടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എക്യുപ്മെന്റാണ് ഉപയോഗിക്കേണ്ടത്? മിക്സി. മിക്സിയിൽ എന്ത് ഊർജ്ജമാറ്റമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഹിന്റ് തന്നിരുന്നു. എന്തെങ്കിലും മൂവിങ് പാർട്സ് ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയിലേക്കായിരിക്കും. അപ്പോൾ മിക്സിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. ഓക്കെ, അടുത്തതായി കാണുന്നതാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ തണുപ്പിച്ച് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജ രൂപം എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അതൊരു 10ാം ക്ലാസ്സിന്റെ ലെവലിലേക്ക് ആവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ എനർജി ആയിട്ടും പിന്നീട് മെക്കാനിക്കൽ എനർജിയെ താപോർജ്ജമായിട്ടുമാണ് മാറ്റുന്നത്. ഫ്രിഡ്ജിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ എക്യുപ്മെന്റിന്റെ പേരെന്താണ്? ഇലക്ട്രിക്കൽ ഫാൻ. ഇലക്ട്രിക്കൽ ഫാൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജം, എന്തെങ്കിലും മൂവിങ് പാർട്സ് ഉണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക്കൽ ഫാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അടുത്തിരിക്കുന്ന ചെറിയ എക്യുപ്മെന്റ്, ആ ഒരു വൈദ്യുത ഉപകരണത്തിന്റെ പേരെന്താണ്? അയൺ ബോക്സ് അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി. രാവിലെ എല്ലാവരും നിങ്ങളുടെ ഡ്രസ്സ് യൂണിഫോം അയൺ ചെയ്തിട്ട് തന്നെയല്ലേ ക്ലാസ്സിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അയൺ ബോക്സ് തൊട്ടാൽ പൊള്ളും അല്ലേ? വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഉപകരണമാണ് അയൺ ബോക്സ്. തൊട്ടാൽ പൊള്ളും. അപ്പോൾ അവിടെയുള്ള ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ അയൺ ബോക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്ക് അത്യാവശ്യ ഊർജ്ജമാറ്റങ്ങളെ കുറിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ നമ്മൾ അടുക്കളയിൽ കണ്ട ഉപകരണങ്ങളെല്ലാം ഒന്ന് എഴുതിയേ. എന്തൊക്കെയായിരുന്നു? ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ കെറ്റിൽ, മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ സ്റ്റൗ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റൗ, റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, ഫാൻ, അയൺ ബോക്സ് അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി. ബൾബിലുള്ള എനർജി കൺവേർഷൻ എന്തായിരുന്നു? വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കറിൽ എന്തായിരുന്നു? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. മിക്സിയിലുള്ള ഊർജ്ജമാറ്റം എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അതായത് വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അതുപോലെ ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ കെറ്റിലുള്ള ഒരു ഊർജ്ജ മാറ്റം എന്താണ്? വൈദ്യുതോർജ്ജത്തെ നമ്മൾ താപോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോവേവ് ഓവനിലും അതേപോലെ തന്നെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇൻഡക്ഷൻ സ്റ്റൗവിലും അതുതന്നെയാണ് നടക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജിയെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഫ്രിഡ്ജിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു, മെക്കാനിക്കൽ എനർജിയെ താപോർജ്ജമാക്കുന്നു. ഫാനിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. അയൺ ബോക്സിലോ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഊർജ്ജമാറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ
താപഫലം, ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.